ഹലോ, ന്യൂ ഇയർ ആയിട്ട് നമുക്ക് നല്ലൊരു മധുരത്തിൽ നിന്ന് തുടങ്ങിയാലോ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ ഇത് എൻ്റെ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് വേണേൽ പറയാം കേട്ടോ. ഇതൊരു പുഡിങ്ങാണ്. നമുക്ക് ഉണ്ടാക്കേണ്ട പാത്രത്തിൽ ക്യാരമലൈസ് ചെയ്യണം. ജസ്റ്റ് ഷുഗർ ഇച്ചിരി ഇട്ട് ചൂടാക്കി ഇങ്ങനെ മെൽറ്റാക്കി ക്യാരമലൈസ് ചെയ്ത് വെക്കുക പാത്രം. എന്നിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മുട്ട, പിന്നെ തിക്കൻ ക്രീമും, പിന്നെ കണ്ടൻസ് മിൽക്കും, ഇച്ചിരി വാനില എസൻസും ആണ്. അപ്പം നമ്മൾ ഈ കണ്ടൻസ് മിൽക്കിൻ്റെ ഏത് ബ്രാൻഡാണെങ്കിലും മതില്ല. ഈ ക്യാനിൽ 2 ക്യാൻ കണ്ടൻസ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമുക്ക് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ബ്രാൻഡാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. 2 കണ്ടൻസ് മിൽക്ക് ഇടുന്നതുകൊണ്ടേ നല്ല മധുരമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു റെഡ്യൂസ്ഡ് ഫാറ്റ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ കണ്ടൻസ് മിൽക്ക് എടുത്ത കപ്പിൽ തന്നെ ഒരു ഗ്ലാസ് സാധാരണ പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അത് ആ മുട്ടയുടെ ഫ്ലേവറൊക്കെ മാറി ഒരു മണമൊക്കെ മാറാൻ വേണ്ടി മാത്രം. ഇതാണ് അതിൻ്റെ മെയിൻ പ്രിപ്പറേഷൻ പാർട്ട്. അപ്പം നമ്മൾ ഓവൻ ചൂടാക്കിയിട്ട് ആ ട്രെയിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. അന്നേരം ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് അടിച്ച് വെച്ച സംഭവം നമുക്ക് ആ കാരമലൈസ് ചെയ്ത പാനിലേക്ക് ഒഴിക്കുക. അത് അരിച്ചാണ് ഒഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു പത പോലെ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ആ പത പോലെ വരുമ്പോഴേക്കും അതങ്ങനെ പത പോലെ ബബിൾ പോലെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് അരിച്ചാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അരിച്ചൊഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പണി തീർന്നു. അത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓവനില്ലാത്തവർക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുന്ന പോലെ ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ബേക്ക് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് സീൽ ചെയ്ത് വെക്കണം. വെള്ളം ഒട്ടും പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ കയറില്ല. ആവിയിലിരുന്ന് വേണം വേകാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഫോയിൽ പേപ്പർ ഇച്ചിരി കുഞ്ഞതായതുകൊണ്ട് 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. 2 എണ്ണം ഞാൻ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വെള്ളം ചൂടായിരിക്കുന്ന വെള്ളത്തിൻ്റെ ട്രേക്കകത്തേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് നമ്മൾ ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ഫാൻ ഫോഴ്സ് ബേക്കിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഒരു 1.5 അവർ ബേക്ക് ചെയ്യണം. 1.5 അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നെടുത്ത് ഞാനിങ്ങനെ ചെറുതായിട്ട് തുറന്ന് നോക്കിയത് ശരിക്കും കുക്കായൊന്ന്. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചാൽ നടുക്കത്തെ ഭാഗം കുക്കായി വരത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തു. ഇത് നമ്മുടെ പുഡിങ് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കി നല്ല തണുപ്പിച്ച സാധനമാണ്. ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിയാലോ. നല്ല നൈസായിട്ടുണ്ട്. ഇത് സത്യത്തിൽ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നമ്മൾ കാരമലൈസ് ചെയ്ത ഭാഗം മേളി വരുവേ. അപ്പോൾ അതാണ് കാണാൻ പറ്റും. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഉണ്ടാക്കിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസായിട്ട് എടുത്ത് ഫ്ലിപ്പ് ചെയ്യുകയോ ചെയ്യുന്നത്. ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും സക്സസ് ആയിട്ട് വരുമോയെന്നറിയില്ല, ഇവിടെ വീഴുമോയെന്നറിയില്ല. ഓക്കെ റെഡി സ്റ്റഡി. I'm scared to do it. Let's steady. And okay. അത് ഇച്ചിരി വലിയ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഇതുണ്ടത് ഇച്ചിരി ഞാൻ ആ ഫ്ലിപ്പ് ചെയ്തതിൻ്റെ ഇതും കൊണ്ട് കേട്ടാക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇത് ചെറിയൊരു പാത്രത്തിൽ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോഴേക്കും ഇത് നല്ല ഹെവി ആയിരുന്നേ. അതുകൊണ്ടാണ്. എനിവേ ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതെൻ്റെ ഒരു എന്താ പറയുക സിഗ്നേച്ചർ ഡെസേർട്ട് എന്ന് വേണേൽ പറയാം. ഞാനിത് എല്ലാ വർഷവും നമ്മുടെ ക്രിസ്മസ് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കാറുള്ളതാണ്. ഇതുണ്ടോ. ഇതിൻ്റെ നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ കൂടത്തിൽ ഇച്ചിരി ഈ കാരമലൈസ് സിറപ്പും കൂടെ ഒഴിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. ഇത് ഇതുണ്ടോ. ഇതിങ്ങനെ എടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റാണ്. എന്താ ഇങ്ങനെ വരും. വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റാണ്. എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അതുകൊണ്ടോ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ. ആ വലിയ പാത്രത്തിൽ വെച്ചപ്പോൾ തിരിഞ്ഞു പോയത് എന്താ പറഞ്ഞാൽ ബ്രേക്ക് ആയി പോയതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രത്തിൽ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിക്കാം. നല്ല സക്സസ് ആയിട്ട് വന്നത് ഭയങ്കര എക്സൈറ്റായിട്ട് കിട്ടി കേട്ടോ. കുഞ്ഞു പാത്രമാകുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ എളുപ്പമുണ്ട്.
ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ക്യൂട്ടും നല്ല ടേസ്റ്റിയാണ് ഈ സാധനം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒറിജിനൽ പേര് ആക്ച്വലി ലച്ചി ഫ്ലാൻ എന്നാണ് കേട്ടോ. മോസ്റ്റ്ലി ഫിലിപ്പിനോസൊക്കെ, ഞാനിത് സിംഗപ്പൂരിലുണ്ടായിരുന്നപ്പോൾ ഒരു ഫിലിപ്പിനോ പഠിപ്പിച്ചതാണ് എന്നെ ഇത് കേട്ടോ. ഇപ്പോഴാണ് ഇത് കുറേയൊക്കെ ഫേമസ് ആയി യൂട്യൂബിലും ഇതിലൊക്കെ വന്നു തുടങ്ങിയത്. ഇത് ഇതുപോലെ തന്നെ കോണായിട്ട് കട്ട് ചെയ്താലാണ് തിന്നാനാണേലും ആ ഒരു സെർവിങ് ഡിഷിൽ വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇത് എല്ലാവർക്കും, നമ്മുടെ മലയാളികൾസിന് പൊതുവേ ഇഷ്ടപ്പെടും. നമുക്ക് മധുരം നന്നായിട്ട് ഇഷ്ടമല്ലേ, ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.